ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കായ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. എല്ലാവരും എങ്ങനെയാണോ ഉണ്ടാക്കുക എന്ന് എനിക്കറിയില്ല. ഏതായാലും കണ്ടു നോക്കാം. ഞാനിവിടെ 3 കായയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടാം. എന്നാൽ കായയുടെ കറയൊന്നും കയ്യിൽ പിടിക്കില്ല. അതിനുശേഷം കായെടുത്ത് കായയുടെ ആ കട്ടിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചെത്തി കൊടുക്കുക. കായയുടെ മുഴുവൻ തോലും കളയേണ്ട ആവശ്യമില്ല, നന്നായി കഴുകിയെടുത്താൽ മതി. എന്നിട്ട് ഞാനിത് കുറച്ച് മഞ്ഞൾ വെള്ളത്തിലേക്കാണ് മുറിച്ചിടുന്നത്. അപ്പോൾ കായയിലുള്ള കറയൊക്കെ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പോകും. ഞാൻ കുറച്ച് നേരം ഈ മഞ്ഞൾ വെള്ളത്തിൽ കായ മുറിച്ചിട്ടിട്ടുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ വെച്ചു. ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രക്കായയാണ്. ഇത് നന്നായി ഒന്ന് കഴുകിയെടുക്കണം. മഞ്ഞൾ വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചൊന്ന് കഴുകിയെടുക്കാം. കായ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിടുന്ന സാധനങ്ങൾ: ഒരു വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയുമാണ് ഞാൻ മെഴുക്ക് പുരട്ടിക്ക് എടുക്കാൻ. കൂടെ കടുകുമുണ്ട് കേട്ടോ. ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം കായ നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച കായ മുഴുവനും നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നു. നന്നായി ഇളക്കുക. ഇതിലേക്ക് ഞാൻ 4 പച്ചമുളക് കൂടി ചേർത്തു. ആവശ്യത്തിന് ഉപ്പുമിട്ട് നന്നായി ഇളക്കുക. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് കായ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പം ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ കായ പകുതി വേവായിട്ടുണ്ട്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. കായ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുകയുള്ളൂ. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഇനി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കായ പകുതി വേവായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. കായ പകുതി വെന്തതിന് ശേഷം മാത്രമേ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാവൂ. ആദ്യമേ വെളുത്തുള്ളി ചേർക്കരുത്. നന്നായി അടി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം കൂടെ ഒരു സ്പൂൺ വെള്ളം കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. ഇപ്പോൾ മെഴുക്കുപുരട്ടി ആയിട്ടുണ്ട്. കായൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കായ ഡ്രൈ ആയിട്ടിരിക്കും. അത് കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കാൻ കുറച്ച് വെള്ളം ചേർത്ത് വേവിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കായ മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്.